നമസ്കാരം. 67-കാരിയായ വയോധികയുടെ മരണം ആദ്യം പുറത്തറിഞ്ഞത് ഹൃദയാഘാതം എന്ന പേരിൽ. പിന്നാലെ നടന്ന അന്വേഷണത്തിൽ തെളിഞ്ഞത് ഞെട്ടിക്കുന്ന കൊലപാതകവും. കൊലപ്പെടുത്തിയതാകട്ടെ സ്വന്തം മകനും. ആയവന കുഴുമ്പിത്താഴത്ത് വടക്കേക്കര വീട്ടിൽ പരേതനായ ഭാസ്കരന്റെ ഭാര്യ കൗസല്യാണ് ദാരുണമായി മരിച്ചത്. കേസിൽ മകൻ ജോജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പവന്റെ സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയാണ് ജോജോ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയത്. ആദ്യം ഹൃദയാഘാതം മൂലമുള്ള മരണമെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ ചില സംശയങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഞായറാഴ്ച വൈകിട്ട് 7:30-യോടെയാണ് കൗസല്യയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടിലിലാണ് മൃതദേഹം കിടന്നിരുന്നത്. മക്കളായ സിജോ, ജോജോ എന്നിവരാണ് മരണവിവരം നാട്ടുകാരെയും മറ്റും അറിയിച്ചത്. ഹൃദയാഘാതമാണെന്നായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ആദ്യം കരുതിയത്. മരണം സ്ഥിരീകരിക്കാൻ പഞ്ചായത്ത് അംഗം രഹന സോബിൻ കല്ലൂർക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വിവരം അറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ ഡോക്ടറുടെ പരിശോധനയിലാണ് കൗസല്യയുടെ മരണം സ്വാഭാവികമല്ലെന്ന് കണ്ടെത്തിയത്. പിന്നാലെ പോലീസിനെ അറിയിച്ചു. കഴുത്തിലെ പാടുകളും രക്തം കട്ട പിടിച്ച പാടും കണ്ടതോടെ മരണം കൊലപാതകമാണെന്ന സംശയം ഉയർന്നു. തിങ്കളാഴ്ച രാവിലെ മക്കളായ സിജോയും ജോജോയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ജോജോ കുറ്റം സമ്മതിച്ചത്. തുടർന്ന് വൈദ്യപരിശോധന തെളിവെടുപ്പും പൂർത്തിയാക്കി. വീടിന്റെ ശുചിമുറിയിൽ നിന്ന് പ്രതി മാല കണ്ടെടുത്ത് പോലീസിന് നൽകി. കൗസല്യയുടെ മൃതദേഹം ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. UK-യിലുള്ള മകൾ മഞ്ജു നാട്ടിലെത്തിയതിനു ശേഷമാകും സംസ്കാരം.